മെക്കാനിക്കൽ ബ്രാഞ്ചിൽ ഡിപ്ലോമ ബിടെക് പൂർത്തിയാക്കിയവർക്ക് 2026 നല്ല കുറേ അവസരങ്ങൾ ഒരുക്കിയിരിക്കുകയാണ് കേരള PSC. ഇപ്പോൾ ഓൾറെഡി കുറച്ച് പോസ്റ്റുകളുടെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നു. ഇനിയും കുറച്ച് പോസ്റ്റുകളുടെ നോട്ടിഫിക്കേഷൻ നമുക്ക് ഈ മന്ത് ലാസ്റ്റിലേക്ക് 31 ഡിസംബറിലേക്ക് നമുക്ക് നമ്മുടെ പ്രൊഫൈലിൽ പ്രതീക്ഷിക്കാം. അപ്പോൾ എന്തായാലും 2026 നിങ്ങൾ കാര്യമായിട്ടൊന്ന് ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ 2027 നിങ്ങളുടെ കരിയർ സെറ്റാക്കാം, അഡ്വൈസ് ലഭിച്ച് ഉറപ്പായിട്ടും ജോലിയിൽ പ്രവേശിക്കാം. അപ്പോൾ ഈ സെഷനിൽ നമ്മൾ ബിടെക് മെക്കാനിക്കലുകാർക്കും ഡിപ്ലോമ മെക്കാനിക്കലുകാരുടെയും ലൈവായിട്ടുള്ള നോട്ടിഫിക്കേഷനും ഇനി ഈ മാസം എൻഡിലേക്ക് വരാൻ പോകുന്ന നോട്ടിഫിക്കേഷൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഒപ്പം പ്രീവിയസ് ഇതിൻ്റെ അഡ്വൈസ് ഡീറ്റെയിൽസ് ഒന്ന് പറയുന്നുണ്ട്. ഒപ്പം എങ്ങനെ നിങ്ങൾക്ക് ഒരുമിച്ച് ഈ എക്സാമുകൾക്ക് തയ്യാറെടുക്കാമെന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആദ്യമേ ബിടെക്കുകാർക്കുള്ള അവസരങ്ങളൊന്ന് നോക്കാം. അപ്പോൾ ഈ മാസം തന്നെ ആദ്യമേ നമുക്ക് 2 ഡിപ്പാർട്ട്മെൻറ്റിലേക്കുള്ള 8 പോസ്റ്റിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നു. ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റും അതേപോലെ കേരള പോർട്ട് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റും. അപ്പോൾ ഇതിൻ്റെ അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജാനുവരി 14 എല്ലാവരും എത്രയും വേഗം തന്നെ ഇതിൻ്റെ ആപ്ലിക്കേഷൻ കൊടുത്തേക്കുക. ഓക്കെ, ഇനി ഈ 2 ഡിപ്പാർട്ട്മെൻറ്റിലേക്കും നിങ്ങളൊന്ന് നോക്കിക്കേ. ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് അസിസ്റ്റൻറ്റ് എഞ്ചിനീയറിന് നമ്പർ ഓഫ് ആപ്ലിക്കൻസ് ലാസ്റ്റ് ടൈമിൽ വിളിച്ച സമയത്ത് വെറും ഒരു 6,000 നിയർലി 6,000 ആപ്ലിക്കൻസ് ഈ പോസ്റ്റിന് വേണ്ടി അപ്ലൈ ചെയ്തിട്ടുള്ളായിരുന്നു. ഇനി എത്ര പേർക്ക് ജോലിയിൽ ഇതുവരെ അഡ്വൈസ് ലഭിച്ചിട്ടുണ്ട്? 15 പേർക്ക് ഇതുവരെ ജോലിയിൽ എന്ത് ചെയ്തിട്ടുണ്ട്? അഡ്വൈസ് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇതൊരു നല്ലൊരു അവസരമാണ്, ഉറപ്പായിട്ട് നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യുക. ഇനിയും നമ്മുടെ ലീഗൽ മെട്രോളജിയിലേക്കുള്ള നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങളുടെ പ്രൊഫൈലിൽ വരുന്നുണ്ടാവും. ലാസ്റ്റ് ടൈമിൽ ഇതിന് നിയർലി 35,000 ആളുകളായിരുന്നു ഇതിന് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഇതുവരെ 16 പേർക്ക് അഡ്വൈസ് ലഭിച്ചിട്ടുണ്ട്. ഇനിയും മെക്കാനിക്കലുകാർക്ക് ഏറ്റവും നല്ല അവസരം, അതായത് ബിടെക് കഴിഞ്ഞവർക്ക് കിട്ടാവുന്ന ഏറ്റവും നല്ല പോസ്റ്റാണല്ലോ ഈ പോസ്റ്റ്. അപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ അഡ്വൈസ് ലഭിക്കുന്ന, നിയമനം ലഭിക്കുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ് കേരള വാട്ടർ അതോറിറ്റി. അപ്പോൾ കേരള വാട്ടർ അതോറിറ്റിയിലേക്കുള്ള അസിസ്റ്റൻറ്റ് എഞ്ചിനീയറിൻ്റെ നോട്ടിഫിക്കേഷൻ നമുക്ക് ഈ മാസം ലാസ്റ്റിലേക്ക് വരും. അപ്പോൾ എന്തായാലും അത് വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ അപ്ലൈ ചെയ്തേക്കുക. 166 അഡ്വൈസാണ് ആ പോസ്റ്റിലേക്ക് ഓൾറെഡി നടന്നേക്കുന്നത്. ഓക്കെ, ഇനിയും നമുക്ക് ഫാക്ടറീസ് ആൻഡ് ബോയിലേഴ്സ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വളരെ ഗ്ലാമർ പോസ്റ്റാണ്. നമ്മൾ ഡിഫറെൻറ്റ് കമ്പനീസിലൊക്കെ പോയി ബോയിലർ ഇൻസ്പെക്ട് ചെയ്യുന്ന ജോലിയാണ്. നല്ല പവർഫുൾ പോസ്റ്റാണ്. സാലറി സ്കെയിൽ കൊണ്ടും ജോബ് പ്രൊഫൈൽ കൊണ്ടും വളരെ അട്രാക്റ്റീവാണ്. ഇൻസ്പെക്ടേഴ്സ് ഓഫ് ഫാക്ടറീസ് ആൻഡ് ബോയിലേഴ്സ് ഗ്രേഡ് 2. അപ്പോൾ ആ എക്സാമിൻ്റെ നോട്ടിഫിക്കേഷൻ നമുക്ക് ഈ മാസത്തേക്ക് 31 നിങ്ങളുടെ പ്രൊഫൈലിൽ വരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അകത്ത് 3 എക്സാമുകൾക്ക് നിങ്ങൾക്ക് ഒരേപോലെ തയ്യാറെടുക്കാൻ പറ്റും. അതായത് അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റ്, അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ കേരള പോർട്ട് സർവീസും അതേപോലെ ഇൻസ്പെക്ടേഴ്സ് ഓഫ് ഫാക്ടറീസ് ആൻഡ് ബോയിലേഴ്സ് ഗ്രേഡ് 2. ഇതിന് 3നും ഏകദേശം സെയിം സിലബസ് ആയിരിക്കും. PSC മിക്കവാറും ഈ 3 എക്സാമുകൾക്കും 3 പോസ്റ്റുകൾക്കും ഒരൊറ്റ എക്സാംസ് ആയിരിക്കും കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും നമ്മൾ നോക്കുവാണെങ്കിലും ഈ 3 പോസ്റ്റുകൾക്കും അത്യാവശ്യം അഡ്വൈസ് ലഭിക്കാൻ ചാൻസ് ഉള്ള പോസ്റ്റുകളാണ്. അപ്പോൾ എന്തായാലും ഈ ഒരു അവസരം നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യുക. ഇനിയും അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ കേരള വാട്ടർ അതോറിറ്റിയുടെ സിലബസ് നമ്മൾ നോക്കുവാണെങ്കിൽ മെക്കാനിക്കൽ സബ്ജക്ട്സിനോടൊപ്പം തന്നെ നമുക്ക് സിവിലും അതേപോലെ തന്നെ നമുക്ക് പഠിക്കാനുള്ള കെമിക്കൽ റിലേറ്റഡ് സബ്ജക്റ്റാണ്. അതിൻ്റെ അകത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ സിവിൽ ബ്രാഞ്ചിലെ സബ്ജക്ട്സ് പഠിക്കുന്ന സമയത്ത് ഫ്ലൂയിഡ് മെക്കാനിക്സും HM ഹൈഡ്രോളിക്സ് ഓഫ് മെഷീൻസും മെക്കാനിക്സ് ഓഫ് സോളിഡ്സ് ഒക്കെ കോമൺ ആണ്. അപ്പോൾ നമ്മൾ കുറച്ച് സിവിൽ പോർഷൻസ് പഠിച്ചാൽ മതിയായിരിക്കും. കാരണം മെക്കാനിക്കലുകാർക്കും സിവിലുകാർക്കുള്ള കോമൺ ആയിട്ടുള്ള കുറേ പോർഷൻസ് നമുക്ക് സിവിൽ സബ്ജക്ട്സിൻ്റെ അകത്ത് വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഈ 2 അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലും അതേപോലെ പോർട്ട് സർവീസിലേക്കും ഇൻസ്പെക്ടേഴ്സ് ഓഫ് ഫാക്ടറീസ് ആൻഡ് ബോയിലേഴ്സ് ഗ്രേഡ് 2 എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്നവർ കുറച്ച് കെമിക്കലും സിവിൽ സബ്ജക്ട്സും കൂടെ പഠിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ കേരള വാട്ടർ അതോറിറ്റി നല്ല വൃത്തിക്ക് എക്സാം എഴുതാൻ പറ്റും. ഓക്കെ, പിന്നെ അത് കഴിഞ്ഞ് വരുന്ന ഒരു എക്സാമാണ്, നിങ്ങൾക്കൊരു അവസരമാണ് ഇൻസ്പെക്ടേഴ്സ് ഓഫ് ലീഗൽ മെട്രോളജി. അപ്പോൾ ലീഗൽ മെട്രോളജിക്ക് അത് നമുക്ക് ബേസിക് ഫിസിക്സ് മാത്സ് ഒക്കെയാണ് വരുന്നത്. അത് നമുക്കൊരു 2 മാസത്തെ കൃത്യമായിട്ടുള്ളൊരു കോച്ചിങ് കിട്ടുവാണെങ്കിൽ ഉറപ്പായിട്ട് നമുക്ക് ആ എക്സാമും ക്രാക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ 5 ഡിപ്പാർട്ട്മെൻറ്റിലേക്കുള്ള ബിടെക് തലത്തിലുള്ള നല്ല കുറച്ച് അവസരങ്ങൾ നിങ്ങൾക്ക് വന്നേക്കുവാണ് അല്ലേ. അപ്പോൾ ഈ ഒരു അവസരങ്ങൾ എന്തായാലും നിങ്ങൾ നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യുക. നമുക്ക് 2026 ഉറപ്പായിട്ടും അസിസ്റ്റൻറ്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറിൻ്റെയും പോളിടെക്നിക്കൽ എക്സാം മെക്കാനിക്കൽ വർക്ക്ഷോപ്പ് ഇൻസ്പെക്ടർ മെക്കാനിക്കലിൻ്റെ ഒക്കെ നോട്ടിഫിക്കേഷൻസ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു എക്സാംസൊക്കെ നിങ്ങൾ പഠിച്ച് സെറ്റായി കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ആ എക്സാംസ് കുറച്ചുകൂടെ ഒന്ന് നിങ്ങൾ നെക്സ്റ്റ് ലെവലിലേക്ക് ഒന്ന് പ്രിപ്പറേഷൻസൊക്കെ കൊണ്ടുപോയി അത് എഴുതുവാണെങ്കിൽ ഇതിലേതെങ്കിലുമൊക്കെ പോസ്റ്റുകൾക്ക് എന്തായാലും നിങ്ങൾക്ക് അഡ്വൈസ് ലഭിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു ഡൗട്ടും വേണ്ട. ഇനിയും പോളിടെക്നിക് കഴിഞ്ഞവർക്ക് നമുക്ക് 3 ഡിപ്പാർട്ട്മെൻറ്റിലേക്കുള്ള ഓവർസിയർ ഗ്രേഡ് 2 തസ്തികയുടെ വിജ്ഞാപനം വന്നിട്ടുണ്ട്. ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഓവർസിയർ ഡ്രാഫ്റ്റ്സ്മാൻ ഗ്രേഡ് 2, അതേപോലെ ഹാർബർ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഡ്രാഫ്റ്റ്സ്മാൻ ഓവർസിയർ ഗ്രേഡ് 2. അപ്പോൾ ഇതിൻ്റെ അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് 14 അതേപോലെ നമുക്ക് കേരള വാട്ടർ അതോറിറ്റിയിലേക്ക് ഡ്രാഫ്റ്റ്സ്മാൻ ഗ്രേഡ് 2ൻ്റെ വിജ്ഞാപനം വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ അകത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്കും ഹാർബർ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെൻറ്റിലേക്കുമുള്ള സിലബസ് എന്ന് പറയുന്നത് നമ്മൾ
എന്താണ് AMVക്ക് കാണുന്ന ബേസിക് ആയിട്ടുള്ള കോർ സബ്ജക്ട്സ് അല്ല, കുറച്ച് സിലബസ് ഡിഫറെൻ്റ് ആണ്. അപ്പം നമുക്ക് ഈ ബിടെക്കുകാർ അവർക്ക് ഓൾറെഡി നമുക്ക് ഈ എക്സാംസ് ഒക്കെ എഴുതാൻ അവർ എലിജിബിൾ ആണ്. അപ്പോൾ അവിടെ പഠിക്കുന്ന സെയിം സിലബസോ സെയിം സബ്ജക്ട്സ് അല്ല, കുറച്ച് നമ്മൾ ITI ലെവലിലുള്ള കുറേ സാധനങ്ങൾ നമ്മൾ ഇതിൻ്റെ അകത്ത് പഠിക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ കുറച്ച് സിലബസിലും സബ്ജക്ട്സിലും ഡെപ്തിലും ഒക്കെ വ്യത്യാസമുണ്ട്. അപ്പോൾ നമുക്ക് ഒരേപോലെ നമുക്ക് പ്രിപ്പറേഷൻസ് കൊണ്ടുപോകാൻ ഒക്കത്തില്ല. അതെന്തായാലും ഡിപ്ലോമ ഹോൾഡേഴ്സിന് വളരെ ബെനിഫിറ്റ് ആകുന്നതാണ്. കാരണം നമുക്ക് കുറച്ച് കോമ്പറ്റീഷൻ എന്തായാലും കുറഞ്ഞു കിട്ടും. കാരണം ഇവിടെ ഒരു സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു ഡിഫറെൻറ്റ് സിലബസിലാണ് നിങ്ങൾ തയ്യാറെടുക്കേണ്ടത്. ഇനിയും ഈ എക്സാംസ് എല്ലാം ഒരേ ടൈമിൽ വരുന്നതുകൊണ്ട് എന്താണ്, ബിടെക് പൂർത്തിയാക്കിയവരെല്ലാം കൂടുതലും ഈ പറഞ്ഞ നമ്മുടെ ലെവലിലെ അല്ലെങ്കിൽ എന്താണ് നമ്മുടെ ബോയിലർ ഇൻസ്പെക്ടർ ഗ്രേഡ് 2 ആ പോസ്റ്റിലേക്കായിരിക്കും കോമ്പറ്റീറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഡിപ്ലോമ ഹോൾഡേഴ്സിന് എന്തായാലും ഇതൊരു നല്ലൊരു അവസരമാണ്. അങ്ങനെയുള്ള കോമ്പറ്റീഷൻ കുറയും. നിങ്ങൾക്കൊരു പ്രിസൈസ് സിലബസിൽ നിങ്ങൾ നന്നായിട്ട് വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് അവിടെ എഡ്ജ് ലഭിക്കും. ഇനി ഓവർസീ ഡ്രാഫ്റ്റ്സ്മാൻ ഗ്രേഡ് 2 52 അഡ്വൈസുകൾ നടന്ന പോസ്റ്റാണ്. അതേപോലെ ഡ്രാഫ്റ്റ്സ്മാൻ ഓവർസീ ഗ്രേഡ് 2 ഹാർബർ എഞ്ചിനീയറിംഗിൽ 6 അഡ്വൈസ് നടന്ന പോസ്റ്റാണ്. ഇനിയും കേരള വാട്ടർ അതോറിറ്റിയിൽ 503 അഡ്വൈസ് നടന്നിട്ടുണ്ട്. ഓക്കെ, ഇവിടെ പോളിടെക്നിക് എന്താണ് കോളേജുകളിൽ ഡിപ്ലോമ പൂർത്തിയാക്കിയവർക്ക് ഇതൊരു മികച്ച അവസരമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, മെക്കാനിക്കലുകാർക്ക് 2025 എൻഡിങ്ങിൽ കുറേ അധികം നോട്ടിഫിക്കേഷൻസ് ഒരേപോലെ വന്നിരിക്കുകയാണ്. ആ എക്സാമുകളൊക്കെ നമ്മൾ താരെടുത്ത് എക്സാം അപ്ലൈ ചെയ്യുന്ന സമയത്ത് അത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് അടുത്ത കുറേ നല്ല നോട്ടിഫിക്കേഷൻസ്, നല്ല വേക്കൻസീസ് ഉള്ള നോട്ടിഫിക്കേഷൻസ്, പോളിടെക്നിക് ലെക്ചർ മെക്കാനിക്കൽ, അസിസ്റ്റൻറ്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ, വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ മെക്കാനിക്കൽ, അസിസ്റ്റൻറ്റ് പ്രൊഫസർ തുടങ്ങിയ നമുക്ക് വിജ്ഞാപനങ്ങൾ എന്തായാലും നമുക്ക് പ്രതീക്ഷിക്കാം. ഇപ്പോൾ എന്തായാലും ചുരുങ്ങിയ സമയം കൊണ്ട് നിങ്ങൾ നിങ്ങളുടെ പ്രിപ്പറേഷൻസിനെ നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുവന്ന് നോക്കുക. ഇപ്പോൾ ഓൾറെഡി നമ്മൾ ഈ കോഴ്സുകൾക്ക് വേണ്ട ലോങ് ടൈം ബാച്ചൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കോഴ്സിൽ ജോയിൻ ചെയ്യാനായിട്ട് നമ്മുടെ കമൻറ്റ് ബോക്സിൽ കാണുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്താൽ മതിയാവും. ഞാൻ പറഞ്ഞല്ലോ, ബോയിലർ ഇൻസ്പെക്ടർ 2 ഡിപ്പാർട്ട്മെൻറ്റിലേക്കുള്ള ഈ കോഴ്സുകൾ നിങ്ങൾക്ക് ഒരൊറ്റ കോഴ്സിൽ നിങ്ങൾക്ക് എന്താണ് ഒറ്റ കോഴ്സിലൂടെ 3 എക്സാമുകൾക്ക് നിങ്ങൾക്ക് തയ്യാറെടുക്കാൻ പറ്റും. അപ്പോൾ ആ കോഴ്സ് ഇവിടെ അവൈലബിൾ ആണ്. അതേപോലെ തന്നെ ഡിപ്ലോമ ഹോൾഡേഴ്സിനുള്ള ഡ്രാഫ്റ്റ്സ്മാൻ ഗ്രേഡ് 2 ഗ്രേഡ് 3യുടെ വിജ്ഞാപനം വന്നിട്ടുണ്ട്. നിങ്ങൾ അപ്ലൈ ചെയ്ത് കാണും. അപ്പോൾ 3 ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഡ്രാഫ്റ്റ്സ്മാൻ ഗ്രേഡ് 2 ഓവർസിയർ ഗ്രേഡ് 2ൻ്റെ വിജ്ഞാപനത്തിന് വേണ്ടി തയ്യാറെടുക്കാൻ വേണ്ടി ഏണസ്റ്റ് അക്കാഡമി ഓൾറെഡി കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ കോഴ്സിന് ജോയിൻ ചെയ്യാനായിട്ടും കമൻറ്റ് ബോക്സിൽ കാണുന്ന ഗൂഗിൾ ഫോം നിങ്ങൾക്ക് ഫില്ല് ചെയ്യാവുന്നതാണ്. പിന്നെ എല്ലാ ബ്രാഞ്ചുകാർക്കും കോമൺ ആയിട്ടുള്ള ഒരു ഏരിയയാണ് ലീഗൽ മെട്രോളജി ഇൻസ്പെക്ടർ. പക്ഷേ എല്ലാ ബ്രാഞ്ചുകാരും ഈ എക്സാം എഴുതുമ്പോഴും അതേപോലെ തന്നെ BSc ഫിസിക്സ് സബ്ജക്റ്റ് പഠിച്ച് BSc സയൻസിൽ ബിരുദം നേടിയവർക്കുമാണ് ലീഗൽ മെട്രോളജി ഇൻസ്പെക്ടർ എഴുതാൻ പറ്റുന്നത്. അപ്പം നല്ലൊരു ഗ്ലാമർ പോസ്റ്റാണ്, എന്താണ് യൂണിഫോം പോസ്റ്റാണ്. ഈ എക്സാം അധികം ആൾക്കാർ കോമ്പറ്റീറ്റീവായിട്ട് എഴുതാറില്ല. കാരണം ആ ടൈമിൽ നമുക്ക് സ്ട്രീം വൈസ് വേറെ കുറേ എക്സാംസ് വരുന്നതുകൊണ്ട് ബിടെക്കുകാർക്ക് അധികം മിസ്സാവുന്നൊരു എക്സാമാണ് ലീഗൽ മെട്രോളജി. ലാസ്റ്റ് ടൈം നമ്മൾ നോക്കുവാണെങ്കിൽ വെറും 35,000 ആൾക്കാരാണ് ഈ എക്സാമിന് അപ്ലൈ ചെയ്തത്. എന്നാൽ നല്ല രീതിയിൽ ഒരു അഡ്വൈസ് പോയൊരു പോസ്റ്റാണ്. അപ്പം ഇത് നിങ്ങൾക്ക് ബിടെക് ഗ്രാജുവേറ്റ്സിന് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റാണ്. കോഴ്സുകൾ നമ്മളിവിടെ ആരംഭിച്ചിട്ടുണ്ട്. കോഴ്സിൽ ജോയിൻ ചെയ്യാനായിട്ട് കമൻറ്റ് ബോക്സിൽ കാണുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യാവുന്നതാണ്. ഒപ്പം നമുക്ക് ഈ കോഴ്സുകളൊക്കെ ഇവിടെ കോംബോ ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. കൂടുതൽ ജോബ് അപ്ഡേറ്റ്സിന് വേണ്ടി നിങ്ങൾക്ക് നമ്മുടെ ചാനൽ ഫോളോ ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ പ്രിപ്പറേഷൻസിന് ഓൾ ദ ബെസ്റ്റ്. താങ്ക്സ്.